ബീഫൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല എരിവും ചൊടിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു രസം ഉണ്ടാവുക പറയുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ബീഫൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 5-8 വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ്, സവാളയൊന്നും ചേർക്കാതെ, അങ്ങനെ അപ്പോൾ പെട്ടെന്ന് കേടൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ചീരകല്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളൊന്നിങ്ങനെ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് വേവിക്കുന്ന സമയത്ത് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം ഒരു ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു ചട്ടി ഒന്നിങ്ങനെ വടിച്ചിട്ടുള്ള കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 4-5 വിസിൽ നമ്മൾ നന്നായിട്ട് വേവിച്ച്, ആ ഒരു ബീഫിൻ്റെ വേവിനനുസരിച്ച് നമ്മൾ ആ ഒരു വിസിലൊക്കെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വിസിലൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ടേസ്റ്റ് ഉണ്ട് ആ ഒരു ബീഫ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ കുറച്ച് മാത്രം വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് നമ്മൾ വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചില്ലി ഫ്ലേക്സ്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നിങ്ങൾ ബീഫ് വേവിച്ച സമയത്ത് അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം വാർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാതെ തന്നെ കേട്ടോ കിട്ടിയത്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുക. ലാസ്റ്റ് നമ്മളിതാ കുറച്ചും കൂടെ ഒരു നന്നായിട്ടൊന്ന് എരിവൊക്കെ ഒന്ന് കിട്ടാനായിട്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും അവസാനം നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഡ്രൈ ഫ്രൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് കേടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കേട് വരാനായിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയും ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ, കാരണം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഒരു നാടൻ, നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ നല്ലൊരു ബീഫ് റോസ്റ്റ് കഴിക്കില്ല, അപ്പോൾ അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ നല്ല ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് വെന്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിവും ഒരു ശക്തിയൊക്കെ ഉള്ള ടൈപ്പ് ബീഫ് എന്ന് പറയില്ല, അപ്പോൾ അങ്ങനെയുള്ളൊരു ബീഫാണ്. ബീഫൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് എരിവും ചൊടിയൊന്നും ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എനിക്കൊക്കെ ബീഫൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എരിവ് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്.